നമ്മൾ പശുവിനെ കറക്കാൻ വേണ്ടി ആദ്യം പശുവിന്റെ അകിട് കഴുകുവാണ്. അതിൽ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ നമ്മൾ തേക്കുന്നത് നെയ്യാണ് പുരട്ടുന്നത്. ഈ നെയ്യ് കയ്യിലെടുത്തിട്ട് അതാണ് നമ്മൾ അകിടയിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. മറ്റുള്ള എണ്ണ തേക്കുന്നതിനേക്കാളും നല്ലത് അകിടിൽ നെയ്യ് പുരട്ടുന്നതായിരിക്കും കേട്ടോ. അകിടിൻ്റെ ഈ വിണ്ട് കീറലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെളിച്ചെണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അകിടിന് വിണ്ട് കീറലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നെയ്യ് തൂക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ലെണ്ണയും കൊള്ളാം കേട്ടോ. ആവണക്കെണ്ണയും ചിലർ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ നല്ല ഇങ്ങനെ നമ്മൾ കറക്കുമ്പോൾ നല്ല വഴുവഴുപ്പ് കിട്ടും. വേറെ എണ്ണയൊക്കെ ആകുമ്പോൾ കുറച്ച് നമ്മൾ കറന്നു കഴിയുമ്പോഴത്തേക്കിനും വറ്റിപ്പോകും. ആദ്യം 4 കാമ്പിലെ പാല് കുറേശ്ശെ കറന്ന് കളയുക. അതിനുശേഷം നമുക്ക് കറക്കാൻ തുടങ്ങാം. ഇപ്പം മഴയായതുകൊണ്ട് പാലിന് കുറച്ച് രാവിലെ ആണേലും വൈകുന്നേരം ആണേലും കുറേശ്ശെ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മഴയായതുകൊണ്ട് തീറ്റയൊന്നും അത്ര ശരിയാവുന്നില്ല. നമ്മളിപ്പം പുല്ലൊന്നും പറിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. മഴയായതുകൊണ്ട് എവിടെ പോയി നമ്മൾ പറിക്കും? കഴിഞ്ഞ കറവേ നമ്മളിങ്ങനെ കറന്നുകൊണ്ടിരുന്നപ്പം കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ കറക്കുമ്പോൾ ഈ അകിടിന് വേദന എടുക്കും, പശുവിന് വേദന എടുക്കുന്നൊക്കെ. പക്ഷെ നമ്മൾ ഇതുപോലെ വലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാല് കിട്ടത്തുള്ളൂ. പതുക്കെ വലിച്ചാലൊന്നും പാല് വരികയില്ല. അതുകൊണ്ട് നല്ല ശക്തിയായിട്ട് തന്നെ വലിച്ചാലേ കറന്നെടുക്കാൻ പറ്റത്തുള്ളൂ. പാല് വെച്ച് അടിക്കാതെ പെണ്ണേ. ഇവിടെ ഒരു തവണ കാണാതെ പോയതാട്ടോ. ഇവിടെ ഒരു ദിവസം ഞാൻ രാവിലെ കുളിപ്പീരൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഇവിടെ ഒരു മരത്തല കെട്ടിയിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കാണാനില്ല. ഞാനിവിടെ മുഴുവൻ നോക്കി, ഇവിടെ എവിടെയും കണ്ടില്ല. വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്നും കെട്ടാറുള്ള പറമ്പിലൊക്കെ പോയി നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. ഒടുവിൽ ഇവിടെ വന്ന് അമ്മയോടൊക്കെ ചോദിച്ചു, പശുവിനെ കണ്ടോന്ന്. മോന് പശുവിനെ കണ്ടില്ല. പിന്നെ എല്ലാ കിണറിലും പൊട്ടക്കിണറ്റിലും എല്ലാം പോയി തപ്പി. ഇവിടെയുള്ള അടുത്ത വീടുകളിലൊക്കെ പോയി ചോദിച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ അടുത്ത വീടുകളൊന്നും ഇല്ല. എന്നാലും അവിടെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരാരും കണ്ടിട്ടില്ല. പിന്നെ നമ്മളിവിടുന്ന് പോയി, ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ഇവിടെ കൊണ്ട കെട്ടിക്കൊണ്ടിരുന്ന ഒരു കണ്ടം ഉണ്ടായിരുന്നു. വേനൽക്കാലത്തൊക്കെ അവിടെ കൊണ്ടേ കെട്ടുന്നത്. ആ കണ്ടത്തിലൊക്കെ പോയി അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല. പിന്നെ ഇവിടെ കാണാതായപ്പോഴത്തേക്കും കുറേ നേരം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം ഞങ്ങളിവിടെ തപ്പി നടന്നു കഴിഞ്ഞ് ഇവിടെ കാണാമെന്നപ്പം എനിക്കങ്ങ് തല കറങ്ങാൻ തല കറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്ന് കരയുക, ഇവിടെ കണ്ടില്ലെന്നും പറഞ്ഞു. പിന്നെ വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ച് വന്ന് ഇറങ്ങി നമ്മളെ തപ്പാനായിട്ട് കൂടി. അവരങ്ങ് അച്ഛനും മക്കളും ഒക്കെ വണ്ടിയെ കയറി അങ്ങ് ദൂരെയൊക്കെ ചെന്ന് അന്വേഷിച്ചു, എന്നിട്ടും കണ്ടില്ല. പിന്നെ പലരോടും ഫോണിൽ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചു, ഇതുപോലെ പശുവിനെ കാണാൻ പോയെന്ന് പറഞ്ഞ്. എന്നിട്ടും കണ്ടില്ല. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചു, ഇതുപോലെ പശു ഇതിലെ കൂടെ പോകുന്ന കണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കണ്ടില്ല.
എന്നിട്ട് കാണുന്ന വഴി കണ്ടവരോടെല്ലാം പറഞ്ഞു പശുവിനെ കാണാൻ പോയ കാര്യം. അവർ പറഞ്ഞു എവിടെയെങ്കിലും കിട്ടുമോ, എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കാനൊക്കെ പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം കുറച്ചപ്പുറയായിട്ടൊരു പശു വളവിലുണ്ട്. അവിടെ ചെന്നിട്ട് പശുവിനെ കാണാതെ പോയ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കൊച്ചിനെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിടാനായിട്ട് തുടങ്ങുമ്പം അവിടെ ദൂരെയായിട്ട് ഒരു വെളുത്ത ചാക്ക് പോലെ എന്തോ സംഭവം അരങ്ങുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞു അതെന്താന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ പശുവാണ്. അവിടുത്തെ പശുവിൻ്റെ അടുത്ത് പോയി അവള് ഭയങ്കര വിളച്ചിലെടുക്കാനായിട്ട് ചെന്നതാണ്. ഇവക്ക് നേരം മതിക്കോളായിരുന്നു കേട്ടോ. മതിക്കോളുള്ള സമയത്ത് ഇവള് വേറുള്ള പശുവിനെയൊക്കെ പോയി തപ്പി ചെന്ന് ആ പശുവിനെ കുത്തുകൂടുന്നൊരു സ്വഭാവമുണ്ട്. ആ പശുവിനെ ഇടുക്കുകയും വയറ്റത്ത് കൊമ്പ് വെച്ച് കുത്തുകയും അതിൻ്റെ കയറുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരാ വീട്ടിൽ അതിനെ പിടിച്ച് കെട്ടിയിട്ടേക്കുമായിരുന്നു. 3-4 മണിക്കൂർ നമ്മൾ തപ്പി നടന്നു. 1 മണി തൊട്ട് തപ്പി 4 മണി ആയപ്പോഴും ഇവിടെ കിട്ടണം. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അഴിച്ചോണ്ട് വന്നു. അങ്ങനെ ഒരു കാണാൻ പോയ ഒരു കഥയുണ്ട് കേട്ടോ. ആള് ചില്ലറക്കാരത്തിയൊന്നും അല്ല. ഇപ്പം ഈ കാണുന്ന പോലെ പഞ്ചഭാവമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളൂ. പക്ഷെ ആള് ഭയങ്കര സാധനമാണ് അല്ലേടി. കാഴ്ചയ്ക്ക് പാവമാണ്, പക്ഷെ ആളുടെ കയ്യിൽ ഇതുകൂട്ട് സ്വഭാവമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു, കൊടും കാറ്റ്. നീ എന്നാ അടി ഇങ്ങനെ മാറി മാറി പോകുന്നേ? അടങ്ങിയെന്നേ അപ്പൊ ഇന്നത്തെ കറവ തീർന്നേക്കുവാണ്. നമുക്ക് പാലിന്നത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി അപ്പൊ ഇന്നത്തെ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇന്നത്തെ കറവ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.